ഓ ഇത് എപ്പോഴെങ്ങാനും തീരുവാടാ. ഇപ്പൊ ശരിയാക്കി തരാം ചേട്ടാ. കുറ്റിയടിയാ ഇപ്പൊ ജോലി. ഓ 1.5 മണിക്കൂറായി. ചായടി നിർത്തി കുറ്റിയടിയായ 1.5 മണിക്കൂറായി. ഇപ്പൊ ശരിയാക്കി തരാം ചേട്ടാ. എവിടെ പോണ്ടാ? ട്യൂഷൻ ക്ലാസ്സിന് പോണോ? എവിടെ ട്യൂഷന്? മറ്റേ അച്ഛനും ടീച്ചറിന്റെ മറ്റേ നഴ്സറി ഇല്ലേ അതിന്റെ അപ്പുറത്തുള്ള പച്ച വീട്ടിൽ അത് അച്ഛനും ടീച്ചർ. അവിടെ 1.5 കിലോമീറ്റർ ദൂരം ഇവിടുന്ന്. അതല്ല ഞാൻ നടന്നോക്കാം. ഓ 1.5 കിലോമീറ്റർക്ക് നടക്കും. ഇവൻ പതുക്കെ 1.5 കിലോമീറ്റർ നടക്കും. നല്ലതല്ലേ? പക്ഷെ ഇവന്റെ ബുദ്ധി എന്തിനാണെന്നറിയാം? ബസ്സൂരിക്കുള്ള പൈസ കയ്യിൽ വെച്ചിരുന്ന പോണ വഴിക്ക് ഐസ്ക്രീം മാറ്റും. സത്യം പറ, ഞാൻ സാബുനെ കാണുമ്പോൾ ചോദിക്കും. നമ്മൾ കണ്ടിട്ടുണ്ടോ? വേറെ കാര്യം സാറേ, അങ്ങനെ നടക്കുന്ന അവനൊരു എക്സസൈസ് ആയി. എക്സർസൈസ് തള്ളി പിടിച്ചിട്ട് എവിടെ പോകണ്ട. എവിടെ പോകും? നീ ഇങ്ങ് വാ, നിന്നൊന്ന് കാണാൻ തിരിച്ചതായിട്ട് ഇങ്ങോട്ട് നേരെ തിരടെ. ഇതൊക്കെ നിന്നെ ഇപ്പൊ കണക്കില്ല, നമ്മളെ കണ്ട മൈൻഡില്ല. കോഴിക്കോടാണ്. ജോലി ആയില്ല. കോഴിക്കോട് നീ എങ്ങനെ പോണത്? ബസ്സിലാ? ട്രെയിനില്. ആ ശരി. അപ്പൊ ഫുഡൊക്കെ കൊണ്ടുപോയിരിക്കും അല്ലേ? ട്രെയിനിലുണ്ടല്ലോ, ട്രെയിനിൽ കഴിക്കാം. ഈ ട്രെയിനിലെ ഫുഡിനെ പറ്റി എന്തൊക്കെ അറിയാം? ശരി, ട്രെയിനിലെ മെസ്സ് കണ്ടിട്ടുണ്ടോ? എടാ വല്ലപ്പോഴും യാത്ര ചെയ്യുന്നല്ലേ സ്ഥിരം. ഈ മെസ്സൊക്കെ പോയി ഒന്ന് കാണണം. എടാ എന്ത് വൃത്തിഹീനമായിട്ടാണ് ഇരിക്കുന്നത് അറിയാമോ? കക്കൂസിലുള്ള വെള്ളം കൊണ്ടാണ് നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കി തരുന്നത്. അത് വേറെ കാര്യം അത് ശരിയാണ്. പിള്ളേരല്ല ഇത് മൊബൈൽ ട്രെയിനില് വീട്ടില് ഭക്ഷണമായിട്ടൊക്കെ അസൗകര്യം കുറവാണ്. കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഒരു 2 നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോയാൽ പോരെ. 10 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ. അവിടെ ആകെ കഴിക്കാൻ പറ്റുന്ന ഏതുണ്ട്? മറ്റേ മുട്ട എന്തോ ഒരു സംഭവം. നീ അത് തന്നെ കഴിച്ചോണ്ടിരിക്കോ? അല്ല, ഈ ബ്രെഡ് ഓൺ പ്ലേറ്റ് കഴിക്കുന്നതിന് ഒരു 4 ചപ്പാത്തി ഉണ്ടാക്കി ഒരു ദിവസം 2 ദിവസം ചപ്പാത്തി ഒരു കുഴപ്പമില്ലായിരിക്കും. മസാല എന്തുണ്ടാ കുറച്ച് തേനും പുരട്ടി വെച്ചിരുന്ന് കഴിഞ്ഞാല് വെച്ച് കഴിക്കാം. കുറച്ച് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണ്ടെന്നല്ലേ ഉള്ളൂ. അല്ല വേണ്ട സാറേ, 2 ഏത്തപ്പഴം നാളെ ഏത്തപ്പഴം നമ്മുടെ രായണന്റെ കടയിൽ നിന്ന് മാറ്റി അത് മാത്രം കഴിച്ചാൽ മതിയല്ലോ. മനസ്സിലായില്ല? ഒരു 10 മണിക്കൂർ നിന്റെ ശരീരം ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ അല്ല കഴിയുന്ന ട്രെയിനിലുള്ള ഭക്ഷണങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുന്നതാണ്. പക്ഷെ ഇത്രയും വർഷം വരെ ഇതുവരെ ഒരു ട്രെയിനിലെ ഫുഡ് അടിപൊളിയാണ് എന്ന് പറയുന്ന ഒരാളെ പോലും ഞാൻ കണ്ടിട്ടില്ല. സത്യമാണ്. ഇത്രയും നാളെ ഈ സാറേ ഇതിന്റെ ഈ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നില്ല. അവരിത് എന്താണ് സാറേ ചെയ്യുന്നത്? ഒരു ഗുണത്തോടെയുള്ള ഒരു ഫുഡ്, അതായത് നല്ല ടേസ്റ്റോടെ രുചികരമായ ഒരു ഫുഡ് ഇവരിനി എന്താണ് സാറേ ട്രെയിനിൽ? കാരണം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇതെല്ലാം ഫ്രീക്വന്റ്ലി ചെക്ക് ചെയ്യണം. ഇതൊന്നും ഇവർ ചെയ്യാറില്ല. എല്ലാരും കൈമടക്കും 5 പാക്കറ്റ് വെച്ചിട്ട് കണ്ണുടച്ചങ്ങ് വിട്ടുകൊടുക്കും. കഴിക്കുന്നതെല്ലാം ജനങ്ങളല്ലേ. അല്ല സാറേ, എല്ലാത്തിനും ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പറഞ്ഞാൽ ആ നല്ല രീതിയിൽ നടത്താൻ വേണ്ടി. തീർച്ചയായിട്ടും. പക്ഷെ ഇത് മൊത്തം അവതാളത്തിലാണ് പോകുന്ന ആട്ടാ. കഷ്ടം. നീ ഒരു കാര്യം ചെയ്യ്, യവന്റെ കൂടെ അങ്ങ് നടന്നു കാര്യം പറയാം. നീ കുറ്റിയടി വഴിക്ക് അച്ഛൻ ടീച്ചറിന്റെ വീട്ടിലൊന്നും ഇറക്കിയല്ല, പച്ച വീട്. വിശപ്പും ദാഹവും അവനവന്റെ നിയന്ത്രണത്തിലാക്കുക. ചതിക്കുഴികളിൽ വീഴാതിരിക്കുക.